ഇപ്പൊ ഇതില് ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ പ്രൊഫഷണൽ കോഴ്സുകൾ നമുക്കിപ്പം ആദ്യം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് CA എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ CMA ഉണ്ടായിരുന്നില്ല അന്ന് അല്ലേ? നമ്മള് ഇല്ല, CMA എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് CMA US പോലെയുള്ള ACCA പോലെയുള്ള അതുപോലെ നമ്മൾ EA പോലെയുള്ള പല കോഴ്സുകളും നമ്മളിപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് ഇവിടെ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് കുട്ടികൾ നല്ല രീതിയിൽ പോകുന്നുമുണ്ട്. കാരണം ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് ഇത്തരം കോഴ്സിലൂടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു BCom BBA റൂട്ടിൽ വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ സ്കിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. വേറെസ് ഇത്തരം കോഴ്സിലൂടെ ഒരു CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മൾ CMA അല്ലെങ്കിൽ ACCA പോലുള്ള കോഴ്സുകൾ കഴിയുന്നതിലൂടെ കുട്ടിക്ക് ഒരു മിനിമം അനലിറ്റിക്കൽ സ്കില്ല് വരുന്നുണ്ട്. എക്സാം എങ്ങനെയാണ്, അവരെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളിലും ഒരു മെത്തഡോളജിയിലുള്ള ഡിഫറൻസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു പറയുന്ന CAക്ക് പഠിക്കുകയാണ് അല്ലെങ്കിൽ CMAക്ക് പഠിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഒരു കോഴ്സല്ല, ഒരു എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ആ പ്രിപ്പറേഷൻ്റെ വഴികളിൽ അത്രയും നമ്മൾ ഒരുപാട് സ്കില്ലുകളാണ് പഠിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് എക്സാം എഴുതണമെങ്കിൽ അത്രയും സ്കില്ലുകൾ അക്വയർ ചെയ്യുകയും അത് ഉപയോഗിച്ചിട്ട് എക്സാം എഴുതുകയും അങ്ങനെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ എന്തായാലും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഒരാളായിട്ട് മാറും. സ്കോപ്പും CAന്റെ ഒരു പകുതി ജേണിയിൽ അല്ലെങ്കിൽ ACCന്റെ ഒരു 9 പേപ്പർ ഫിനിഷ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ആ 9 പേപ്പർ ഫിനിഷ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഡിഫറെന്റ് സ്കില്ലുകൾ അല്ലേ. അപ്പൊ അത് ആ സ്കില്ലിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിക്ക് മാച്ച് ആവുന്ന സ്കില്ലുകൾ എന്തെങ്കിലും. ഇപ്പം നമ്മളിപ്പോ ഒരു PSC പഠനം, ഞാൻ 5 വർഷം PSC പഠിച്ചു കഴിഞ്ഞ ഒരാളാണ്, ഞാനിപ്പം ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നിടത്തിൽ അയാൾക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട് ഒന്നും ചെയ്യാനില്ല. അതിപ്പം ഒരു 75% പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ഡോക്ടറായിരുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം ഫീൽഡിൽ 75% പേപ്പർ ക്ലിയർ ചെയ്തിട്ടുള്ള ആളിനെ സംബന്ധിച്ച് അയാൾക്ക് പറയാം ഞാനൊരു ചെറിയ അക്കൗണ്ടന്റ് ആണ്, അക്കൗണ്ടന്റ് ആണെന്ന്. അതെ, അത് നമ്മൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ ഇപ്പൊ CA ഇന്റർവ്യൂ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് CMA ഇന്റർവ്യൂ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ ഒരുപാട് പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്. അതെ. അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം NEET JEE പോലുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അപ്പോൾ അവർ 1-2 പ്രാവശ്യം ഒരു 3 പ്രാവശ്യമൊക്കെ അതിന് ട്രൈ ചെയ്ത് ഓക്കെ ഞാൻ ഓക്കെ അല്ല, എനിക്കിത് പോസിബിൾ ആവുന്നില്ല, നടക്കുന്നില്ല, ഞാനിത് ഡ്രോപ്പ് ചെയ്യണം. വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവാം. കാരണം അവരാഗ്രഹിക്കുന്നത് ഒരു ഡ്രീം ജോബ് അല്ലെങ്കിൽ ഇപ്പം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യണം അല്ലെ, റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു കോഴ്സ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ JEE പോസിബിൾ ആയിട്ടില്ല എങ്കിൽ അവര് സാർ പറഞ്ഞ പോലെ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊമേഴ്സ് സെഗ്മെന്റിലേക്കാണ്. അതിനകത്ത് വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിന് പേ സ്കെയിൽ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 2 ജോബിനേക്കാളും ഒരു പക്ഷേ ഇതിനകത്ത് കൂടുതൽ പേയ്മെന്റ് സ്കെയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സാധ്യത കൂടി ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഇതിനെ കിട്ടാൻ ഉള്ള ഒരു എഫേർട്ടും അതേപോലെ തന്നെ ഇതിന്റെ ആവശ്യകതയും വളരെ കൂടുതലാണ്. അവൈലബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്കെയിൽ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. ഡേ ബൈ ഡേ എത്രത്തോളം ഹോസ്പിറ്റലുകൾ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി എണ്ണം കുറവായിരിക്കും അല്ലേ. ഇപ്പം ദിവസവും പുതിയ ഹോസ്പിറ്റലുകൾ വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ അതിനേക്കാൾ ഒരു ഹോസ്പിറ്റൽ വരുന്നതിനേക്കാൾ ഒരു 100-200 മടങ്ങ് അധികമായിരിക്കും എന്ത് പുതിയ ബിസിനസ് ഫേമുകൾ വരുന്നത്. അല്ല, ഇപ്പം ഇത് ബിസിനസ് ഫേമുകൾ വരുന്നതും കൊമേഴ്സ് സാധ്യതയാണ്. ഒരു കൊമേഴ്സുകാരുടെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ചുറ്റിലും വൺ ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ അവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സർവീസ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു ഓർഗനൈസേഷൻ ആണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവിടെ അക്കൗണ്ടന്റ് ആവശ്യമുണ്ട്, അവിടെ എംപ്ലോയീസ് ഉണ്ട്, അവിടെ HR ആവശ്യമുണ്ട്. സോ നമ്മൾ കണ്ണിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിസിപ്ലിൻ ആണെങ്കിലും കൊമേഴ്സിന്റെ ജോബ് സാധ്യത പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിൻ ആണ്. Yes, അങ്ങനെ പറയാൻ കഴിയും. Yes, definitely.